ഇത് വെറുമൊരു യുദ്ധവിമാനമല്ല. ഇത് ഇന്ത്യയുടെ ആകാശക്കരുത്തിന്റെ ഒരു പുതിയ മുഖമാണ്. വടക്കൻ അതിർത്തികളിൽ ശത്രുവിന്റെ കണ്ണുരുട്ടലുകൾക്ക് മറുപടി നൽകാൻ ഇന്ത്യൻ വ്യോമസേനയുടെ ആവനാഴിയിലെ ഏറ്റവും മൂർച്ചയുള്ള ഒരു അമ്പ് ഡസോൾട്ട് റഫാൽ. 2026 ജനുവരി ഇന്ത്യയും ഫ്രാൻസും മറ്റൊരു മെഗാ കരാറിന് തൊട്ടരികെയാണ്. നാവികസേനയ്ക്കായി 26 റഫാൽ മറൈൻ വിമാനങ്ങൾ വാങ്ങാൻ കരാർ ഒപ്പിട്ടതിനു പുറമെ വ്യോമസേനയുടെ കുറവുകൾ നികത്താൻ 114 റഫാൽ വിമാനങ്ങളും കൂടി ഫ്രാൻസിൽ നിന്നും വാങ്ങാനുള്ള ചർച്ചകൾ ഇന്ത്യ വിജയകരമായി പൂർത്തിയാക്കി എന്ന് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇന്ത്യ വീണ്ടും ഫ്രാൻസിലേക്ക് നോക്കുന്നത്? നമ്മുടെ വ്യോമസേന നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധി എന്താണ്? വരൂ നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യൻ വ്യോമസേനയുടെ അംഗീകൃത സ്ക്വാഡ്രൺ ബലം 42 ആണ്. എന്നാൽ നിലവിൽ ഇത് 29ലേക്ക് താഴ്ന്നിരിക്കുന്നു. പഴയ MiG-21 വിമാനങ്ങൾ ഓരോന്നായി വിരമിക്കുമ്പോൾ ആ വിടവ് നികത്താൻ തദ്ദേശീയമായ തേജസ് വിമാനങ്ങൾക്കും വിദേശ വിമാനങ്ങൾക്കും കഴിയുന്നില്ല. ചൈനയും പാകിസ്ഥാനും ഉയർത്തുന്ന ഇരട്ട ഭീഷണിയെ നേരിടാൻ 42 സ്ക്വാഡ്രണുകളാണ് ഇന്ത്യക്ക് ആവശ്യം. റഫാൽ നേരത്തെ വന്നത് വലിയൊരു ആശ്വാസമായെങ്കിലും എണ്ണത്തിൽ നമ്മൾ ഇനിയും പിന്നിലാണ് എന്നുള്ളതാണ് വസ്തുത. എന്തുകൊണ്ട് റഫാൽ? ഉത്തരം ലളിതമാണ്. ഇതിന്റെ മൾട്ടി റോൾ ശേഷി. ഒരു ദൗത്യത്തിൽ തന്നെ ആകാശ പോരാട്ടവും ഭൂമിയിലേക്കുള്ള ആക്രമണവും നടത്താൻ ഈ വിമാനത്തിന് കഴിയും. അതുകൊണ്ട് തന്നെ റഫാൽ ഒരു ഡുവൽ സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലായ മെറ്റിയർ ഇതിലുണ്ട്. ASMB മിസൈൽ പോലുള്ള ന്യൂക്ലിയർ ആയുധങ്ങൾ വഹിക്കും എന്നുള്ളതിനാൽ അതിമാരകമാണ് ഈ വിമാനത്തിന്റെ പ്രഹരശേഷി. ഇപ്പോൾ ചർച്ചകളിൽ നിറയുന്നത് റഫാൽ മറൈനാണ്. ഇന്ത്യൻ നാവികസേനയുടെ കരുത്തായ INS വിക്രാന്തിൽ വിന്യസിക്കാൻ പോകുന്നത് ഈ ഫ്രഞ്ച് പോരാളികളെയാണ്. അമേരിക്കൻ നിർമ്മിത FA-18 സൂപ്പർ ഹോർണറ്റിനെ പിന്തള്ളിയാണ് റഫാൽ ഈ സ്ഥാനത്തേക്ക് എത്തുന്നത്. നിലവിൽ വ്യോമസേന ഈ വിമാനങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ട്രെയിനിങ്ങും അറ്റകുറ്റപ്പണികളും എളുപ്പമാകുമെന്നാണ് ഇതിന്റെ പ്രധാന നേട്ടം. അനുബന്ധമായി 114 റഫാലുകൾ കൂടി ഫ്രാൻസിൽ നിന്നും സ്വന്തമാക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ ശോഷിച്ചുകൊണ്ടിരിക്കുന്ന തങ്ങളുടെ സ്ക്വാഡ്രൺ ശേഷിയെ ഒരു പരിധിവരെ ബാലൻസ് ചെയ്യാൻ സേനയ്ക്ക് സാധിക്കും. നിർദ്ദിഷ്ട ഇന്ത്യ-ഫ്രാൻസ് കരാർ വെറും ഒരു വാങ്ങൽ കരാർ മാത്രമല്ല, മറിച്ച് ഇതൊരു സാങ്കേതിക സഹകരണ കരാർ കൂടിയാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി റഫാലിന്റെ എഞ്ചിനുകളും മറ്റു ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള ചർച്ചകളും ഇതോടൊപ്പം പുരോഗമിക്കുന്നു. ഇത് ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയെ അടുത്ത തലത്തിലേക്ക് എത്തിക്കും. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധവും ആഗോളതലത്തിലെ മാറ്റങ്ങളും ഇന്ത്യയെ പുതിയ പങ്കാളികളെ തേടാൻ പ്രേരിപ്പിച്ചു. ഫ്രാൻസ് എന്നും ഇന്ത്യയുടെ ഒരു വിശ്വസ്ത സുഹൃത്താണ്. ദശകങ്ങൾക്ക് മുന്നേയുള്ള ഉപരോധങ്ങളുടെ കാലത്തും ഇന്ത്യയെ ഒരിക്കലും കൈവിടാത്ത രാജ്യം. വെല്ലുവിളികളേറെയുണ്ട്. സാമ്പത്തികമായ വലിയ ബാധ്യതയും രാഷ്ട്രീയമായ ചർച്ചകളും ഇതിന് പിന്നാലെ ഉണ്ടാകാം. എന്നാൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വിലയിടാനാവില്ല. ആകാശത്ത് നമ്മുടെ പതാക പാറിക്കുമ്പോൾ ഓരോ റഫാലും നൽകുന്നത് കോടിക്കണക്കിന് ഭാരതീയരുടെ സുരക്ഷ ഉറപ്പാണ്. ഇന്ത്യയുടെ വിധി നിശ്ചയിക്കുന്ന കരാറുകൾ അണിയറയിൽ ഒരുങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ വരും ദശകങ്ങളിൽ ഇന്ത്യൻ ആകാശത്തെ രാജാവായി റഫാൽ വാഴുമെന്നതിൽ സംശയം ഏതുമില്ല. ജയ് ഹിന്ദ്. ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ. നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക.